ഹിന്ദു മെത്തോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫാന്റസി സിനിമകൾ തെലുങ്കിൽ ഇറങ്ങാറുണ്ട്. അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ മാസം കിഷ്കിന്ധപുരി എന്നുള്ള പടം ഒരുപാട് സിനിമകൾ തെലുങ്കിൽ ഇറങ്ങാറുണ്ട്. മിറായി ആണ് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള പടങ്ങൾ. അപ്പൊ ഇതുപോലുള്ള ഈ മിറായി പോലുള്ള ഹിന്ദു മെത്തോളജി ബേസ് ചെയ്തിട്ട് ഒരു ഫാന്റസി എലമെന്റ്സും കാര്യങ്ങളും ഒക്കെ നിറച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് ജഡാധര. ഈ ജഡാധര എന്നുള്ള ഈ സിനിമ ഇത് ഇന്നും കൂടി മാത്രമേ ഉള്ളൂ. വെള്ളി, ശനി, ഞായർ, അതായത് വീക്കെൻഡിൽ മാത്രമേ ഉള്ളൂ. വീക്ക് ഡേയ്സിൽ നമ്മൾ ഈ പടം കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിപ്ലക്സിലും ഇല്ല. അത് മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. പല പടങ്ങളും ഈ 3 ദിവസങ്ങളായിട്ട് ഒതുങ്ങിപ്പോകും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ആക്ച്വലി ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കുറച്ച് മുമ്പ് മർഡർ റിപ്പോർട്ട് എന്ന് പറയുന്ന കൊറിയൻ പടം കണ്ടപ്പോൾ അതിന് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അത്രയും കൂടെ ആളുകളില്ല ഈ അമരം അല്ലെങ്കിൽ നായകൻ പോലുള്ള ഈ റിലീസുകൾക്ക്. പക്ഷെ അത് വീക്ക് ഡേയ്സിലുണ്ടാവും. പക്ഷെ ഈ പടങ്ങൾ 3 ദിവസത്തിനുള്ളിൽ തന്നെ എടുത്ത് തൂക്കും. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ ജഡാധര എന്ന് പറയുന്ന ഈ സിനിമ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹിന്ദു മെത്തോളജി ബേസ് ചെയ്തിട്ട് അതിന്റെ കൂടെ കുറെ സയൻസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ പണ്ട് കാലങ്ങളിൽ ആളുകൾ ഈ സ്വർണം ഈ കള്ളന്മാരുടെ അടുത്തുനിന്നും അവരുടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സ്വർണം സൂക്ഷിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ കുഴിച്ചിടുക, അങ്ങനെയുള്ള ആ ഒരു രീതിയായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ കുഴിച്ചിടുന്ന ഈ വെൽത്ത്, ഈ സമ്പത്ത് കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ധനപിശാജ് എന്ന് പറയുന്ന ഒരു പിശാചിനെ ആവാഹിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് മിത്തോളജിയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അസുരന്മാരുടെ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ധനപിശാജ് എന്ന് പറയുന്നത്. ഇതൊരു വെൽത്ത് ഡീമോൺസ്, രാക്ഷസി എന്നൊക്കെ പറയൂലേ, ആ ഒരു കൈൻഡ് ഓഫ് ആണ്. സോനാക്ഷി സിൻഹയാണ് ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ തെലുഗു ഫിലിമാണ്. ആക്ച്വലി ഇതൊരു ബൈലിംഗുലാന്ന് തോന്നുന്നു. തെലുഗു, ഹിന്ദി ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ദിവ്യ ഖോസ്ലാകുമാറിനെയൊക്കെ കാണുന്നുണ്ട് ടി സീരീസിന്റെ. നമ്മുടെ ഷീലോ ബ്രാഹ്മിനെയൊക്കെ പോലെ തന്നെ ഭർത്താവ് നിർമ്മിക്കുന്നു. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമകളായിരുന്നു പുള്ളിക്കാർ ഇത്രയും കാലം അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പടത്തെ തെലുങ്കു ഈ ഫിലിമിൽ മെയിൻ ഹീറോയിനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സുധീർ ബാബു ആണ് ഇതിലെ നായകൻ. സുധീർ ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭാഗി, പുള്ളിയുടെ ഒരു ഫേമസ് പടം എന്നൊക്കെ പറഞ്ഞാൽ അപ്പാർട്ട് ഫ്രം തെലുഗു എന്ന് പറയുന്നത് ഭാഗി ഫസ്റ്റ് പാർട്ടിലെ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി റിയൽ ലൈഫിൽ മഹേഷ് ബാബുവിന്റെ അളിയനാണ്. മഹേഷ് ബാബുവിന്റെ സഹോദരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് സുധീർ ബാബു ആണ്. ഇവരുടെ ഫാമിലിയിലുള്ള ആരെ കണ്ടാലും പ്രായം തോന്നിക്കില്ലല്ലോ. അതുകൊണ്ട് സുധീർ ബാബു 45 വയസ്സുണ്ടെങ്കിലും സ്റ്റിൽ യങ് ആണ്. നല്ല ചെറുപ്പമാണ് പുള്ളിനെ കാണാൻ, മഹേഷ് ബാബുവിനെ പോലെ തന്നെ. അപ്പോൾ ഈ സുധീർ ബാബുയുടെ ക്യാരക്ടർ, പുള്ളിക്ക് പ്രേതങ്ങളിലൊന്നും തീരെ വിശ്വാസമില്ല. നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ ഒരു പ്രേതങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി എങ്ങനെയൊക്കെ ചാൻസ് ഉണ്ടോ, അതിനൊക്കെ അലഞ്ഞിരിഞ്ഞൊക്കെ നടക്കുകയാണ്. പുള്ളിക്ക് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം കിട്ടണം. അങ്ങനെ നടക്കുന്ന ഒരു നായകനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നായകന്റെ ഓരോ യാത്രയും മരണത്തിലേക്കുള്ള യാത്രയാണ്. ആ രീതിയിലാണെന്നാണ് പുള്ളിയുടെ ജാതകം നോക്കി ഒരു ജ്യോത്സ്യം പറയുന്നത്. അതായത് ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെടാം, അതുപോലൊരു ജാതകമാണ്. പക്ഷെ മരണം അടുത്തെത്തുമ്പോഴേക്കും ഏതോ ഒരു ശക്തി വന്ന് തടയുന്നു. ഇയാളുടെ ഈ ജനനത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഇതൊരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതി, ആ ഒരു കാര്യങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പാരാനോമൽ റിസർച്ച്, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, ആ രീതിയിൽ. അതായത് ഇത് എൻറ്റയർലി ഒരു ഹിന്ദു മെത്തോളജി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സയൻസും കൂടി ഉണ്ട് എന്ന് നമ്മളെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള കുറെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈൻഡ് ഓഫ് ഹിന്ദു മെത്തോളജി, ധനപിശാചി എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്തേക്ക് പോകുന്നു. സോനാക്ഷി സിൻഹയാണ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ക്യാരക്ടർ. ഈ പുള്ളിക്കാരിയുടെ ഭാവങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് കയ്യെന്ന് പോയി എന്നുള്ളത്. കാരണം ഇതിലൊരു ഭയങ്കര ഒരു ടെറർ ആയിട്ടുള്ള, ഭയങ്കര ഒരു ഡിമോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സംഭവം. പക്ഷേ സോനാക്ഷിയുടെ ഈ ഫേഷ്യൽ എക്സ്പ്രഷനും മാനറിസവും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. അതിന് കട്ട സപ്പോർട്ടായിട്ടാണ് ദിവ്യ ഖോസ്ലാകുമാറിന്റെ പരമദയനീയമായിട്ടുള്ള അഭിനയം. പിന്നെ സുധീർ ബാബുയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ പുള്ളി നല്ല യങ് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല എനർജറ്റിക് ആയിട്ട് പുള്ളി ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഭിനയം എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു മടുപ്പിക്കുന്ന ലെവൽ ഫസ്റ്റ് ഹാഫ് ഒക്കെയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഉണ്ട്. ഈ നായകന്റെ ജനനത്തിന്റെ രഹസ്യം എന്നുള്ള രീതിയിലുള്ള ആ ഒരു എൻറ്റയർ പോർഷൻസ് എടുത്തിരിക്കുന്ന അതിന്റെ സ്റ്റേജിങ്, ആ കഥ പറഞ്ഞിരിക്കുന്ന രീതി, പിന്നെ അതിനകത്ത് ഒരു ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രസമായിരുന്നു. ആക്ച്വലി അതിന്റെ ഒരു 20-25 മിനിറ്റോളം നല്ല എൻഗേജിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഒട്ടും ബോറടിയില്ലാതെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറെ മെലോ ഡ്രാമ കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നീടാണ് ക്ലൈമാക്സിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ മിറായി എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഉള്ളതുപോലെ പടം അവസാനിക്കാറാവുമ്പോൾ ഇവരൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ദൈവത്തിനെ കൊണ്ടുവന്ന പരിപാടിയുണ്ട്. അതിപ്പോ മിറായി തുടങ്ങി വെച്ചിട്ടുണ്ട്. മിറായി അല്ല, ആക്ച്വലി ഹനുമാനിലാണ് തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നു. മേ ബി ചിലപ്പോൾ തെലുങ്ക് ഹിസ്റ്ററി ഇതുപോലത്തെ സിനിമകളുടെ ഹിസ്റ്ററി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ദേവിയൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഹനുമാൻ വരുന്നുണ്ട്. മിറായിൽ വന്നത് രാമനായിരുന്നു, ഇതിൽ വരുന്നത് പരമശിവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗസ്റ്റ് അപ്പിയറൻസെ കൊണ്ട് സിനിമയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് ഇവര്. പക്ഷേ ദൈവത്തിന്റെ ഗസ്റ്റ് അപ്പിയറൻസ് കൊണ്ട് ഈ പടം രക്ഷപ്പെടോന്ന് എനിക്കറിയില്ല. അത്ര കാര്യമായിട്ടുള്ള ബോക്സ് ഓഫീസിലുള്ള വലിയ ഇമ്പാക്ട് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഗേൾ ഫ്രണ്ട് എന്നുള്ള രശ്മികയുടെ പടം അതെല്ലാം നന്നായിട്ട് ഓടുന്നുണ്ട്. അതൊരു ദിവസം കാണുന്നുണ്ട്. അതിനൊരു കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പടത്തിന്. അപ്പൊ എന്താ സംഭവം എന്ന് അറിയണമല്ലോ, പടത്തിൽ എന്താണ് പറയണമെന്ന് അറിയണമല്ലോ.
അപ്പോ ഈ പടത്തിനെ കുറിച്ച് അപ്പൊ അങ്ങനെ ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പടത്തിൽ വരുന്നത്. അങ്ങനെ അവസാനിക്കുന്ന ഒരു പടമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഔട്ടിംഗ് ആണ്. ആവറേജ് പടം എന്ന് പറയാൻ കാരണം ഇതിനകത്ത് കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതുപോലുള്ള ഈ ഹിന്ദു മെത്തോളജി ബേസ് ചെയ്ത പടങ്ങൾ വരുന്ന BGM അതൊക്കെ രസമുള്ള BGM കുറെ സംസ്കൃത ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട്. പിന്നെ ഇവരുടെ കോർ തീമും കൊള്ളായിരുന്നു. ആ ധനപിശാചി എന്നുള്ള ആ ഒരു സംഭവം, വെൽത്തിന് വേണ്ടിയിട്ടുള്ള, പിന്നെ ഈ ബ്ലാക്ക് മാജിക്, കൂടോത്രം, ആ കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക്, അങ്ങനെയുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. നെഗറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ പക്ക വീക്കാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവസാനം ദൈവം വരുന്നു, ദൈവം വന്ന് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു ആയുധം കൊടുക്കുന്നു. മിറായിലുള്ളത് രാമന്റെ എന്തോ ആയുധം വരുന്നു, ഇതിനകത്ത് തൃശൂലമാണ്. അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പെട്ടെന്ന്, അതായത് എന്തിനും ഏതിനും ദൈവം വരുന്നു, ഓക്കെ ക്ലോഷർ, ക്ലൈമാക്സ്, ആ രീതിയിൽ അവസാനിക്കുന്ന പടമാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലൊക്കെ ഒട്ടും ഇമ്പാക്ട് ഇല്ല. ഒരു ആവറേജ് പടം. OTT ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ സമയം പോകാനൊക്കെ നമുക്കൊരു ഉച്ചപ്പടമൊക്കെ കാണൂലേ, ആ രീതിയിൽ കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ തിയേറ്ററിൽ കാണാനുള്ള വകുപ്പ് ഒന്നും ഇവിടെ ഓഫർ ചെയ്യുന്നില്ല.